അസ്സലാമുഅലൈക്കും ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചെനച്ച മാങ്ങ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് ഇട്ടിട്ട് നമുക്കൊന്ന് ആവശ്യത്തിന് പഞ്ചസാരയും ഇട്ടിട്ട് നമുക്കൊന്നത് വേവിച്ചെടുക്കാം. കുക്കറിലിട്ടൊന്ന് വിസിലടുപ്പിച്ചെടുക്കാം. അപ്പം ഈ മാങ്ങ ഒന്ന് വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് അതിലേക്ക് ആവശ്യമായ കൂട്ടുണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ആ തേങ്ങയിലേക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുത്ത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ തേങ്ങ നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ മാങ്ങയും ഇവിടെ വെന്തിട്ടുണ്ട്. നമുക്കതൊരു ചട്ടിയിലേക്ക് മാറ്റിയെടുത്തിട്ട് കുറച്ചൊന്ന് വെള്ളം ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങൻ്റെ കൂട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെക്കാം. അത് തിളച്ചതിന് ശേഷം നമുക്ക് അതിലേക്കൊന്ന് തൂമിച്ചിടാം. അതിനായിട്ട് അവിടെ കുറച്ച് വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്കൊന്ന് വറ്റൽമുളകൊന്ന് ഇതായതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് കരിവേപ്പില, പിന്നെ കുറച്ച് കടുക് ഇട്ടിട്ട് നമുക്ക് അതൊന്ന് നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.